ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എന്താ വെച്ചിട്ടാ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി എന്താണ് 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 വിച്ചുട്ടിന്റെ സ്കൂള് തുറക്കാറായില്ലേ? മറ്റന്നാ സ്കൂള് തുറക്കാണ്. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, നല്ലൊരു മഴ ദിവസമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചിച്ചു ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്ത് വിചാരിച്ചു, കുറച്ച് മാങ്ങയും കൂടി ഉണ്ട്. ഞാൻ ഇങ്ങനെ പത്രം ഇടാൻ പോകുമ്പോൾ എനിക്ക് ഓരോരുത്തർ മാങ്ങ എടുത്ത് വെച്ച് തരും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലത്തെ ഒരു ചേച്ചി എനിക്ക് എടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇന്നും വിച്ചോട്ടനും ചിച്ചുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. വിച്ചോട്ടും നന്നായിട്ട് കഴിക്കില്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. ഞാൻ എൻ്റെതായ ഒരു ഇതിലാണ് കേട്ടോ ഉണ്ടാക്കണം, എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാ ഉണ്ടാക്കണേന്ന് കമന്റ് ചെയ്യുക. അതെ, അപ്പോൾ ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിലമ്പൂരിൽ നല്ല മഴയുണ്ട്, അതിൻ്റെ ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ നല്ല പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ വെച്ചിട്ടാ? പടക്കം എന്തൊക്കെയോ ഉണ്ട്. അതിനേക്കാട്ടും ഗംഭീരമാണ് അതിലേക്ക് പോകുന്ന വഴി കേട്ടോ. ആ വഴി കൂടെ പോകുന്നത് കാണുന്നെ വേണം. അത്രയും ചപ്പിളി പുളിയായിട്ട് കിടക്കുകയാണ് റോഡ്. അണ്ടർപാസിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആവുകൊണ്ട് അതിൽ കൂടെ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ദുരിതാവസ്ഥയിലാണ് ശരിക്കും. ഞാൻ പറയുമ്പോൾ ഈ നിൽക്കുന്ന എല്ലാ ആൾക്കാരും കൂടി അതിലേ ഒരു നടത്തിക്കൊണ്ടൊരു ഷോ നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയും ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ ഇപ്പോൾ ഒരു 14 മാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണേ കാണട്ടെ. രാഷ്ട്രീയം പറഞ്ഞതല്ല കേട്ടോ, രാഷ്ട്രീയമൊന്നുമില്ല, ആരായാലും കുഴപ്പമില്ല. പക്ഷേ ജനങ്ങളുടെ ദുരിതത്തിനൊരു അറുതി വരണമല്ലോ. അപ്പോൾ ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരിക്ക് കേൾക്കാം. ഇതാണ് കേട്ടോ മാങ്ങ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് കിഴുകി അതിൻ്റെ തോലെടുത്തിട്ട് ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. മഴയൊക്കെ ഇങ്ങനെ പെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാടത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാട്ടോ ഒരു 10-14 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ മാങ്ങയുണ്ട്, പക്ഷെ കുട്ടികൾ വരും, ദേവശിവയൊക്കെ വരും നടപ്പഴേ കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 14 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കറി വയ്ക്കാം നമുക്ക്. ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. നല്ല പൊടിച്ച് നല്ല കളറുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഉപ്പ്. ഇതിൻ്റെ ഉപ്പ് ഞാൻ പിങ്ക് ഉപ്പാണ് കേട്ടോ. പിങ്ക് ഉപ്പാണ് കേട്ടോ ഞാൻ അത് ഉപയോഗിക്കലിപ്പോൾ. അതാണ് കേട്ടോ ഈ ഉപ്പിനെ കളർ. കഴിഞ്ഞ ദിവസം പിന്നെ കേട്ടോ വീഡിയോ കണ്ടിട്ട് ചോദിക്കണ്ടായി ഇതെന്താ നിൻ്റെ ഉപ്പിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇതാണ് അതിൽ കുറച്ചായിട്ട് ഉപയോഗിക്കൽ. പിന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര വേണമെങ്കിൽ ഉരുക്കി ഒഴിക്കാം. ഞാൻ വെറുതെ ഒരു അച്ച് ശർക്കര ഇങ്ങനെ ഇട്ട് കൊടുക്കാറ് കേട്ടോ പതിവ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിലൊരച്ച് ശർക്കര ഇട്ടിരുന്നു കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് ആ ശർക്കര ഒന്നുകൊണ്ട് ഉരുക്കി വന്നാൽ നമുക്ക് ലേശം തൈര് ഒഴിച്ചിട്ട് നാളികേരം ചിരവിയെടുക്കണം കേട്ടോ. നാളികേരത്തിൽ നമുക്ക് വേണമെങ്കിൽ പച്ചക്കടുക്കും ഉപയോഗിക്കാം. ശർക്കര ഉരുകുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യണം, നാളികേരം ചിരകിയിട്ട് വേണമെങ്കിൽ പച്ചക്കടുക് എടുക്കുക, അല്ലെങ്കിൽ ജീരകം കൂട്ടി അരക്കാം കേട്ടോ. ഞാൻ ജീരകം എടുക്കാറ്, പച്ചക്കടുകും ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഒരു ഇഷ്ടം ജീരകം കൂട്ടണം കേട്ടോ. അപ്പോൾ നാളികേരം ജീരകം കൂടി അരക്കണം. പിന്നെ കുറച്ച് തൈര് ഒഴിക്കണം. അത് കഴിഞ്ഞ് അത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ അപ്പോഴത്തേനും ഞാൻ നാളികേരം പൊളിച്ചിട്ട് ഓക്കെ. നാളികേരമൊക്കെ ആകെ മഴ പെയ്തിട്ട് വെള്ളമായിരിക്കും. നാളികേരത്തിനൊക്കെ ഭയങ്കര വില കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ നാളികേരം ഉണ്ടാവുകൊണ്ട് കുറേ ദിവസമായിട്ട് നാളികേരം പെറുക്കാൻ പോയിട്ടില്ല. പന്നി ഫുള്ള് പന്നിയുടെ വക പൊളിച്ചിട്ടുണ്ടോ.
ഡെയിലി 1-2 നാളികേരം വേണം. അപ്പോൾ ഈ നാളികേരം ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ജാംജുമ്പ് പോയപ്പോൾ നാളികേരത്തിന് 75 രൂപയാണിട്ട്. ഞങ്ങൾക്ക് പിന്നെ നാളികേരം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത് കണ്ടോ, ഇവിടെ കടന്നിട്ട് ഇത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുളിച്ച നാളികേരം വേണം കുടിക്കാൻ വെച്ചിട്ട്. ബാ കേട്ടോ, നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. നന്നായിട്ട് തൈര് ഞാൻ നാളികേരത്തേക്ക് ഞാൻ തൈര് ഒഴിച്ചിട്ടോ. കാരണം തൈരിന് ഒന്ന് ഉടഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഞാൻ തൈര് ഒഴിച്ചു. അപ്പോൾ ഇതാട്ടോ നാളികേരം അരച്ചിട്ടുണ്ട്. നാളികേരം നമുക്കിതിൽ ചേർക്കാം. ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് വറവിടാം. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ബീച്ചൂട്ടനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ചേട്ടാ. മാമൂണല്ലേ, ചൂടാറായിട്ട് മാമൂണണം. മാമ്പഴപ്പുളിശ്ശേരിയും പപ്പടവും കടുമാങ്ങി എയ്വാ മൂന്നും കൂടിയും കൂട്ടിയിട്ട് അങ്ങനെ ഒരു പിടി പിടിക്കല്ലോ വെച്ചിട്ടാ. അപ്പൊ ഗൈസ് നമുക്ക് ടേസ്റ്റ് നോക്കാം. ആദ്യം പപ്പടവും പിന്നെ കറിയും ചോറും പിന്നെ കുറച്ച് കടുമാങ്ങയൊക്കെ ടേസ്റ്റ് നോക്കാം. സൂപ്പർ. മൊത്തം പറയാം, മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ റിസൾട്ട്സ് കമന്റിൽ ഇടുക. എങ്ങനെയുണ്ട് കടുമാങ്ങ എടുത്തൊരു കടി കടിച്ചു കിട്ടുന്നില്ലേ? അപ്പൊ മാങ്ങ കൂട്ടാനും കടുമാങ്ങി പപ്പടവും അല്ലേ, അടിപൊളി കോമ്പിനേഷൻ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇത് പറയില്ല എല്ലാവരുടെ അടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ട് കമന്റിൽ ഇടുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.